ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് കുറച്ച് പുളിഞ്ചിക്ക കിട്ടി കേട്ടോ. കിട്ടിയതല്ല, ചോദിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. കണ്ടപ്പോൾ നല്ല രസമുണ്ട്. ഇതിനെ സ്റ്റാർ പുളിഞ്ചിക്ക എന്നൊക്കെ പറയും. അങ്ങനെ ഞാനത് കണ്ടിച്ച് ഇങ്ങനെ ഉണക്കാനിട്ടു. ഉണക്കി അച്ചാറിടുന്നത് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പരുവമായി കിട്ടിയിരിക്കുന്നു. ഇനി നമുക്ക് അച്ചാറിടാം. ഞാൻ വെളുത്തുള്ളി ഇഞ്ചി മിക്സിയുടെ ജാറിലിട്ട് നന്നായി ചതച്ചെടുക്കാം. ഇനി ഒരു ചീരൻചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ മുട്ട പുഴുങ്ങാനിട്ടിരിക്കുകയാണ് കേട്ടോ. മോൻ ജിമ്മിലൊക്കെ പോകണം. അപ്പം അതുകൊണ്ട് അവന് മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് രാവിലെ ഒരു മുട്ട പുഴുങ്ങ് പതിവാണ്. അതുകൊണ്ട് അവന് വേണ്ടിയിട്ടുള്ളത് അപ്പുറത്തെ അടുപ്പിലായിട്ട് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ അച്ചാറിടാനുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ അച്ചാറിടാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നല്ലെണ്ണ ഉപയോഗിക്കുമ്പോൾ കേടുകൂടാതെ ഇരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ചിലർക്ക് നല്ലെണ്ണ അത്ര ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് വെളിച്ചെണ്ണ ഇട്ട് അച്ചാറിട്ടാലേ ഇഷ്ടപ്പെടുകയുള്ളൂ. പക്ഷേ ഇതിന് ഞാൻ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നല്ലെണ്ണ ഇട്ട് കൊടുത്തിട്ട് നല്ലെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് ചൂടായിട്ട് വന്നതിന് ശേഷം മാത്രം നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ പിന്നെ ശകലം ഉലുവാപ്പൊടി അതിനകത്ത് ഞാൻ ചേർക്കുന്നുണ്ട്. ഉലുവ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് കായപ്പൊടി ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. ഉലുവ ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കായം മസ്റ്റാണ് കേട്ടോ. കായം അധികം ആവരുത്, അധികമായാൽ കഴിക്കും. പിന്നെ കുറച്ച് അവരവരുടെ എരിക്കനുസരിച്ച് മുളക് പൊടി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ഞാനിതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് ഇളകി കൊടുക്കാം. കരിഞ്ഞു പോകരുത് കേട്ടോ. ചിലപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കരിഞ്ഞു പോയാൽ ഇത് കഴിക്കും. അപ്പം ഉപ്പും ഞാൻ അതിനകത്ത് ശകലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ മറ്റേ ഇത് ഉണക്കാൻ എടുത്ത് വെച്ചപ്പോൾ അതിനകത്ത് നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഉണക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അധികം ഉപ്പ് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ ഉപ്പുണ്ട്. ഇനി ഞാൻ വിനാഗിരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വിനാഗിരി ഈ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ആ ഉണക്കി വെച്ചിരിക്കുന്ന പുളിഞ്ചിക്ക ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട് ചെറുതായതുകൊണ്ട് അടുക്കളയും വലിയ ഭംഗിയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. കാരണം അടുക്കളയ്ക്ക് അത്രയ്ക്കുള്ള സൗകര്യങ്ങളും കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഇളക്കി എടുത്തപ്പോൾ ഈ കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു വീഡിയോ എടുക്കാനായിട്ട്. വേറെ മറ്റാരും വീഡിയോ എടുത്ത് തരാനായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ കുറച്ച് കരിഞ്ഞു പോയി കേട്ടോ. എന്നാലും സാരമില്ല, കൊള്ളാം, സംഗതി കൊള്ളാം. ഞാൻ അപ്പുറത്ത് അമ്മൂമ്മേരെ വീട്ടിൽ കൊടുത്തു. പിന്നെ കുഞ്ഞമ്മേരെ മോനൊക്കെ കഴിക്കാൻ കൊടുത്തു. അവർ പറഞ്ഞു അടിപൊളി ടേസ്റ്റാണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ ബൈ.